വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. പോലീസ് നടപടി പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മുഖ്യമന്ത്രി മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് MM ഹസൻ. തൃശൂരിലെ CPM-നെ വെട്ടിലാക്കിയ DYFI നേതാവിന്റെ ശബ്ദരേഖാ വിവാദത്തിൽ നടപടിക്കൊരുങ്ങി പാർട്ടി. ആരോപണം തള്ളി പാർട്ടി സംസ്ഥാന നേതൃത്വം. തനിക്കും പാർട്ടിക്കുമെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്ന അനിൽ അക്കരയ്ക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് CPM നേതാവ് MK കണ്ണൻ. മണ്ണുത്തി അങ്കമാലി ദേശീയപാത നിർമ്മാണം. ദേശീയപാത അതോറിറ്റിക്ക് 18-ന് കർശന നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ കളക്ടർ. നിർദ്ദേശം നൽകിയത് ഇടക്കാല ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര നിയമത്തെ മറികടക്കാനുള്ളതല്ലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. അഷ്ടമിരോഹിണി നാളെ. ഗുരുഭവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ 1000-ഓളം കേന്ദ്രങ്ങളിൽ ശോഭായാത്രകൾ നടക്കും. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റം. ചോദ്യങ്ങളുടെ എണ്ണം 20-ൽ നിന്ന് 30 പുതിയ നിയമം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കേസിൽ പ്രതികളായ KSU നേതാക്കളെ മുഖംമൂടി അണിയിച്ചും കൈകളിൽ വിലങ്ങണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റി നടത്തിയ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ച് അക്രമാസക്തമായി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടുവാൻ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജ് KSU യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം, അൽ അമീൻ എന്നിവരെ ഭീകരവാദികളെപ്പോലെ മുഖം മറച്ച് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. പ്രകടനമായെത്തിയ പ്രവർത്തകരെ മാരിയമ്മൻ കോവിലിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം നടന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധക്കാർ പിന്തിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് കണ്ണീർവാതകവും പ്രയോഗിച്ചു. അരമണിക്കൂറോളം സംഘർഷാന്തരീക്ഷം നീണ്ടുനിന്നു. മുഖ്യമന്ത്രിയുടെയും വടക്കാഞ്ചേരി SHO ഷാജഹാന്റെയും കോലം സമരക്കാർ കത്തിച്ചു. സമരത്തെ തുടർന്ന് വടക്കാഞ്ചേരി ചേലക്കര ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. പ്രതിഷേധ സമരത്തെ തുടർന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. പ്രതിഷേധ മാർച്ച് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. പോലീസിനെതിരെ പ്രസംഗങ്ങളിലും മുദ്രാവാക്യങ്ങളിലും വധഭീഷണികളും ഉയർന്നു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. തൃശൂർ DIG ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖംമൂടി മാർച്ച് സംഘടിപ്പിച്ചു. KSU പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയതിലും ഇതിനെതിരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിലും എതിരെയായിരുന്നു പ്രതിഷേധം. മുഖംമൂടി ധരിച്ച് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് DIG ഓഫീസ് കവാടത്തിൽ ബാരിക്കേഡുകൾ നിരത്തി തടഞ്ഞു. തുടർന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർ ധരിച്ച മുഖംമൂടികൾ ക്രിമിനലുകളായ പോലീസുകാർക്ക് അണിയിച്ചു കൊടുക്കാൻ DIGക്ക് സമർപ്പിച്ചാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന വടക്കാഞ്ചേരി SHO ഷാജഹാൻ വീട് വിട്ടിറങ്ങണമെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ കാല് പിടിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് C പ്രമോദ്, അഡ്വക്കേറ്റ് സുഷിൽ ഗോപാൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഷെറിൻ തേർമഠം, ബിനോയ് ലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കയ്യാമം വെച്ച് കോടതിയിലും പിന്നീട് ജയിലിലും എത്തിച്ച സംഭവം പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. മുള്ളൂർക്കരയിലെ KSU SFI സംഘർഷത്തിൽ പ്രതിയേർക്കപ്പെട്ട KSU നേതാക്കളെ വിയ്യൂർ ജയിലിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KPCC പ്രസിഡന്റ്. കേരളത്തിലെ പോലീസിന്റെ നിയമലംഘനങ്ങളുടെയും അതിക്രമങ്ങളുടെയും ആവർത്തിച്ചുള്ള അനുഭവങ്ങളാണ് തൃശൂർ ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. കുട്ടികളെ കയ്യാമം വെച്ചും മുഖമറച്ചും കൊണ്ടുവന്നത് തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയല്ല, മറിച്ച് CPM-ന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. ആഭ്യന്തര വകുപ്പ് ഇതേക്കുറിച്ച് വിശദീകരിക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. KSUവിന്റെ 3 നേതാക്കന്മാർ ഇവരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് തല മൂടിക്കെട്ടി
പോലീസ് സ്റ്റേഷൻ മുതൽ കോടതിയും പിന്നീട് ജയിലിലേക്കും കൊണ്ടുവന്നത് പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ല. ഈ കയ്യാമം വെച്ചതും അതുപോലെ തന്നെ മുഖംമൂടി വെച്ചതുമെല്ലാം ചട്ടങ്ങളുടെ ലംഘനമാണ്, നഗ്നമായിട്ടുള്ള ലംഘനമാണ്. കോടതി തന്നെ സുവമോട്ടോ ആ കാര്യത്തിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് ഇതിന് വിശദീകരിക്കണം. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, പോലീസിൻ്റെ ഭാഗത്തുള്ള അന്യായങ്ങളും അനീതികളും വളരെയേറെ പ്രതിഷേധാർഹമാണ്. അത് ഈ സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ഫലമായിട്ടാണ്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പോലീസിനെ ആയുധമാക്കുന്ന പിണറായി സർക്കാരിൻ്റെ തെറ്റായ പോലീസ് നയത്തിൻ്റെ തുടർച്ചയാണിത്. ഇന്ന് ഞങ്ങൾ നിയമസഭ സമ്മേളിക്കുകയാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങളിത് ചോദ്യം ചെയ്യും. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പോലീസിനെ ആയുധമാക്കുന്ന പിണറായി സർക്കാരിന്റെ തെറ്റായ നയത്തിന്റെ തുടർച്ചയാണിത്. നിയമസഭയ്ക്കകത്തും പുറത്തും ഈ നടപടി ചോദ്യം ചെയ്യുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവരും KPCC പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ചും വിലങ്ങണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി CIക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ പറഞ്ഞു. പോലീസ് അതിക്രമത്തിനെതിരെ യോജിച്ച് പോരാടാൻ CPIയെ ക്ഷണിച്ച് MM ഹസൻ. മുള്ളൂർക്കരയിലെ KSU SFI സംഘർഷത്തിൽ പ്രതിയേർക്കപ്പെട്ട KSU നേതാക്കളായ ഗണേഷ്, അല്ലമീൻ, അസ്ലം എന്നിവരെ വിയൂർ ജയിലിൽ സന്ദർശിച്ച ശേഷം TCVയോട് സംസാരിക്കുകയായിരുന്നു MM ഹസൻ. KSU SFI സംഘർഷത്തിലാണ് KSUക്കാരെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ SFIക്കാർക്കെതിരെ കേസെടുത്തിട്ടില്ല. KSU പ്രവർത്തകരെ ഇതുപോലെ കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി CI ഷാജഹാനെ വെറുതെ വിടില്ല. CIയുടെ കാക്കി ഉരിച്ച് കൈവിലങ്ങ് വെച്ച് കോടതിയിൽ ഹാജരാക്കാതെ അടങ്ങിയിരിക്കില്ലെന്നും ഹസൻ പറഞ്ഞു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്ന ഈ ജയിലിലെ, വിയൂർ ജയിലിലെ 3 KSU നേതാക്കളെ ഇന്ന് ഞങ്ങളിപ്പോൾ അവരെ ജയിലിൽ പോയി കണ്ടു. ഈ സംഭവങ്ങളെക്കുറിച്ച് അവരുമായി സംസാരിച്ചു. SFIക്കാരുടെ പേരിൽ കേസെടുത്തിട്ടില്ല. അവരിവരെ ക്രൂരമായി മർദ്ദിച്ചു. ഇത്രയും വലിയ മനുഷ്യാവകാശ ലംഘനം നടത്തുകയും സുജിത്തിൻ്റെ അക്രമത്തിന് പിന്നിൽ നിന്ന് നേതൃത്വം നൽകുകയും ഈ KSUക്കാരെ മുഴുവൻ ഇതുപോലെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്ത ഈ SHO ഈ കാണിച്ച നിയമലംഘനത്തിന്, മനുഷ്യാവകാശ ലംഘനത്തിന് ഇയാളെ ഞങ്ങൾ വെറുതെ വിടുകയില്ല. നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ഈ കുട്ടികളുടെ മുഖത്ത് മുഖം മൂടി ഇട്ടതുപോലെയോ അതുപോലെ കൈവിലങ്ങ് വെച്ചതുപോലെയോ ഇയാളെയും കാക്കി ഊരി കൈവിലങ്ങിട്ട് കോടതിയിൽ ഹാജരാക്കാതെ ഞങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. CI കോടതിയിൽ വിശദീകരണം നൽകിയാൽ ഉടൻ അദ്ദേഹത്തിനെതിരെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. കുന്നംകുളത്ത് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത് ശിക്ഷയായി കരുതുന്നില്ല. അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. CPI സമ്മേളനത്തിൽ അവർ പറഞ്ഞു, പോലീസിനെ കുറിച്ചൊരു വിലയിരുത്തൽ നടത്തി. ആ ചർച്ചകളിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ പത്രത്തിൽ കണ്ടു. ഇടിമുറി ഇടത് നയമല്ല എന്ന ആ സമ്മേളനത്തിൽ പ്രതിനിധികൾ പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഇതുപോലുള്ള അക്രമങ്ങളും അതിക്രമങ്ങൾക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അവരും ആഹ്വാനം നടത്തിയിട്ടുണ്ട്. ബിനോയ് വിശ്വത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ അണികളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് പോലീസിൻ്റെ അതിക്രമത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാട്ടത്തിന് നിങ്ങൾ തയ്യാറാവണം. സംയുക്തമായി നമുക്കതിനെതിരായിട്ട് പോരാടാം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ എന്നിവരും ഒപ്പം ഉണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. KSU നേതാക്കളെ കൊടും കുറ്റവാളികളെ പോലെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചെവിക്കുന്നുള്ളിക്കോ, ഞങ്ങളിതെല്ലാം ഓർത്തുവെക്കും. വൃത്തികേട് കാണിക്കുന്ന ഒരുത്തരും കാക്കിയിട്ട് നടക്കില്ലെന്നും VD സതീശൻ മുന്നറിയിപ്പ് നൽകി. ആഭ്യന്തര വകുപ്പിനെതിരെ ഇത്രയധികം വിമർശനമുണ്ടായിട്ട് മുഖ്യമന്ത്രി ഒട്ടകപ്പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ത്തി നിൽക്കുകയാണ്. ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല മുഖ്യമന്ത്രിയുടെ മൗനമെന്നും VD സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കും. പണ്ടൊക്കെ ഞങ്ങൾ എല്ലാം പൊറുക്കുമായിരുന്നു. ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തുവെക്കും. ചെവിയിൽ നുള്ളി വെച്ചോ. ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല. ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല. അത്രമാത്രം തോന്നിയാസവും അസംബന്ധവുമാണ് ഇവർ കാണിക്കുന്നത്. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം.
ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC നോൺ AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. പിണറായി ഭരണത്തിൽ കേരള പോലീസിന് ഭ്രാന്ത് പിടിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. KSU പ്രവർത്തകരെ ഭീകരവാദികളെ പോലെ മുഖംമൂടിയിട്ട് കോടതിയിൽ ഹാജരാക്കിയത് ഈ ഭ്രാന്തിന്റെ ഒടുവിലത്തെ തെളിവാണ്. കേരള പോലീസ് ഇന്ന് ജനവിരുദ്ധ സേനയായി മാറിയിരിക്കുന്നു. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂരിലെ CPM-നെ വെട്ടിലാക്കിയ ശബ്ദരേഖാ വിവാദത്തിൽ നടപടിക്കൊരുങ്ങി പാർട്ടി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന് പാർട്ടി ഉടൻ നോട്ടീസ് നൽകും. ശബ്ദരേഖയിലെ ആരോപണങ്ങളിൽ 3 ദിവസത്തിനകം വിശദീകരണം നൽകണം. CPM മുതിർന്ന നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണമാണ് ശബ്ദരേഖയിലുള്ളത്. ശരത് പ്രസാദിന്റെ വിശദീകരണം കേട്ട ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പാർട്ടി തലത്തിൽ കൂടുതൽ നടപടികൾക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചന. എന്നാൽ ശബ്ദരേഖ തന്റേതാണെന്നതിൽ ശരത് പ്രസാദ് സംശയം പ്രകടിപ്പിച്ചു. നേരത്തെ വർഷങ്ങൾ പഴക്കമുള്ള സംഭാഷണമെന്നായിരുന്നു ശരത്തിന്റെ പ്രതികരണം. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. വിഷയം പാർട്ടി പരിശോധിക്കുമെന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. അതേസമയം വിഷയത്തിൽ ഇതുവരെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരണം നടത്തിയിട്ടുമില്ല. കവർച്ചാ സംഘമാണ് CPM-ന്റെ ജില്ലാ നേതൃത്വത്തിലെന്ന് തെളിയിക്കുന്നതാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദ സന്ദേശമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നേതൃത്വത്തിൽ ഇരിക്കുന്നവർ എല്ലാവിധ കളങ്കിത ഏർപ്പാടുകളിലും പങ്കാളികളായി. കോടീശ്വരന്മാരായി സ്ഥലം നികത്തുന്നതിൽ ഉൾപ്പെടെ എല്ലാത്തിനും കമ്മീഷനാണ്. കരുവന്നൂരിൽ 400 കോടിയിലധികം രൂപയാണ് പാവങ്ങൾക്ക് നഷ്ടമായത്. വീട് വയ്ക്കാൻ നിക്ഷേപിച്ച പണവും നേതാക്കൾ കൊള്ളയടിച്ചു. കരുവന്നൂരിൽ EDയുടെ അന്വേഷണം എവിടെ പോയെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കവർച്ചാ സംഘമാണ് നേതൃത്വത്തിലുള്ളവർ, ജില്ലാ നേതൃത്വത്തിലുള്ളവർ. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു കൊള്ളക്കാരാണെന്നാണ് അതിന്റെ അർത്ഥം. ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ കോടീശ്വരന്മാരായി മാറിയെന്നുള്ളതാണ്. എല്ലാവിധ കളങ്കിതമായ ഏർപ്പാടുകളിലും പങ്കാളികളാണ് ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഭരണം ജില്ലാ നേതൃത്വത്തിനും ഏരിയ നേതൃത്വത്തിനുമായിട്ട് പങ്കുവച്ചു കൊടുത്തിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ നേതാവിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ CPM-ന്റെ തൃശൂർ ജില്ലയിലെ അഴിമതിയെക്കുറിച്ച് പ്രത്യേക അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തുടർ ഭരണമെന്നാൽ CPM-ന് കൈയിട്ടുവാരലിന്റെയും അഴിമതിയുടെയും തുടർച്ചയാണ്. കപ്പലണ്ടി വിൽക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെ നടന്നയാൾ കോടീശ്വരനായത് CPM-ലൂടെയാണെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഗൌരവതരമാണെന്നും രമേശ് ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPM നേതാവ് MK കണ്ണൻ. തനിക്കും CPM-നുമെതിരെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നതിനെതിരെയാണ് നിയമ നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് അനിൽ അക്കര തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണങ്ങളിൽ സത്യത്തിന്റെ കണിക പോലുമില്ല. പ്രസ്താവന തിരുത്തി അനിൽ അക്കര ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് MK കണ്ണൻ വ്യക്തമാക്കി. മണ്ണുത്തി അങ്കമാലി ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളും ഗതാഗതക്കുരുക്കും പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് 18-ന് കർശന നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശങ്ങൾ നൽകിയത്. പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്നുള്ള സർവീസ് റോഡിലെ കുത്തനെയുള്ള ഇറക്കവും അപകടകരമായ വശങ്ങളും ഉടൻ നിരപ്പാക്കി ടാർ ചെയ്യുക. ചിറങ്ങര, മുരിങ്ങൂർ, പേരാമ്പ്ര, ആമ്പലൂർ എന്നിവിടങ്ങളിൽ നിർമ്മാണ സ്ഥലങ്ങളിൽ ആഴത്തിൽ കുഴിച്ച ഭാഗങ്ങളിൽ ആളുകൾ വീഴാതിരിക്കുവാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക. മുരിങ്ങൂരിലെ 1 കിലോമീറ്ററോളം വരുന്ന പഞ്ചായത്ത് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നതിനാൽ അടിയന്തരമായി പുനർനിർമ്മിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് NHAIക്ക് നൽകിയിരിക്കുന്നത്. അടിപ്പാത്ത നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിവേഗത്തിൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരുന്നതായി ദേശീയപാത അധികൃതർ കളക്ടറെ അറിയിച്ചു.
ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഇത് സംബന്ധിച്ച് നിയമസഭയിൽ അവതരിപ്പിക്കുവാനുള്ള കരട് ബില്ലിന് പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയതായി വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര നിയമത്തെ മറികടക്കാനുള്ളതല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1972 നിയമത്തിലാണ് സംസ്ഥാനം ഭേദഗതി കൊണ്ടുവരുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങൾ ജനങ്ങളെ ഗുരുതര പരിക്കേൽപ്പിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി സംസ്ഥാനത്തിന് കൊണ്ടുവരണമെങ്കിൽ രാഷ്ട്രപതിയുടെ അനുമതി വേണം. അക്രമകാരികളായ മൃഗങ്ങളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുവാനുള്ള ബില്ലും കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് SR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RB രതീഷ് കുമാർ, കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ചെയർമാൻ CR വത്സൻ, ഡോക്ടർ R ആടലരശൻ തുടങ്ങിയവർ സംസാരിച്ചു. അഷ്ടമിരോഹിണി ആഘോഷത്തിനായി ഗുരുപൗനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്രനഗരിയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണന്റെ പിറന്നാൾ അവിസ്മരണീയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും. ജന്മാഷ്ടമി ദിനത്തിൽ പുലർച്ചെ നിർമാല്യം മുതൽ ആയിരങ്ങളാണ് ദർശനത്തിനെത്തുക. പിറന്നാൾ സദ്യ കഴിക്കാൻ ഭക്തരുടെ നീണ്ട നിര തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം 1/4 ലക്ഷത്തോളം പേർക്കുള്ള പിറന്നാൾ സദ്യയാണ് ഒരുക്കിയതെങ്കിൽ ഇത്തവണ 40,000 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. ദർശനത്തിനും സദ്യയ്ക്കും പ്രത്യേകം വരി സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും ഇരട്ടി വലിപ്പമുള്ള പന്തലുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രവും പരിസരവും വൈദ്യുത ദീപാലങ്കൃതമാക്കിയിട്ടുണ്ട്. ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ അലങ്കരിച്ച ഉറികൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. രാവിലെ 10-ന് മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നായർ സമാജത്തിന്റെ അഷ്ടമിരോഹിണി ഘോഷയാത്ര ഉച്ചയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തും. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഘോഷയാത്രകളും ഉണ്ടാകും. നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് കിഴക്കേ നടയിലെത്തിയാൽ ദേവസഹോദര സംഗമം നടക്കും. ഭഗവാൻ ശ്രീകൃഷ്ണന് മൂത്ത സഹോദരൻ ബലരാമൻ പിറന്നാളാശംസകൾ നൽകാൻ എത്തുന്നുവെന്നതാണ് ഇതിനു പിന്നിലെ വിശ്വാസം. ക്ഷേത്രത്തിൽ 3 നേരവും സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിലാണ് ശീവേലി എഴുന്നള്ളിപ്പ്. വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് രഥം എഴുന്നള്ളിപ്പ് ഉണ്ടാകും. അപ്പവും പാൽപ്പായസവുമാണ് അഷ്ടമിരോഹിണി ദിവസത്തിലെ പ്രധാന വഴിപാട്. 8 ലക്ഷത്തിലധികം രൂപയുടെ പാൽപ്പായസവും 7 ലക്ഷം രൂപയുടെ അപ്പവുമാണ് തയ്യാറാക്കുന്നത്. 38.5 ലക്ഷം രൂപയാണ് ആഘോഷ പരിപാടികൾക്കായി ദേവസ്വം നീക്കിവച്ചിരിക്കുന്നത്. അഷ്ടമിരോഹിണിയുടെ തിരക്കിന് പുറമെ 200ഓളം വിവാഹങ്ങളും നാളെ ക്ഷേത്രസന്നിധിയിൽ നടക്കും. 5 CIമാരുടെ നേതൃത്വത്തിൽ 300 പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. ദേവസ്വത്തിലെ 220 സെക്യൂരിറ്റി ജീവനക്കാർക്ക് പുറമെ NCC, സ്കൗട്ട്, SPC തുടങ്ങിയവരും ഉണ്ടാകും. TCV ഗുരുവായൂർ. പതിവ് തെറ്റിക്കാതെ 46-ാം വർഷവും അഷ്ടമിരോഹിണി നാളിൽ കണ്ണനെ കണ്ടുതൊഴാൻ പാലക്കാട് നിന്നുള്ള സംഘം ഗുരുവായൂരിൽ ഇത്തവണയും എത്തും. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിപ്പറയിൽ നിന്നാണ് 41 അംഗങ്ങളുള്ള സംഘം ഗുരുവായൂരിലേക്ക് പോകുന്നത്. 8 പുരുഷന്മാരും 25 സ്ത്രീകളും 6 കുട്ടികളും അടങ്ങുന്ന ഭക്തിസംഘത്തിൽ 11 വയസ്സുള്ള സിദ്ധാർത്ഥ പ്രയാൺ മുതൽ 63 വയസ്സുള്ള ചിന്നക്കുട്ടിമ വരെയുണ്ട്. ശനിയാഴ്ച രാവിലെ 8:30യോടെയാണ് കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ ഭക്തജനസംഘം എത്തിയത്. 46 വർഷം മുൻപ് പരേതനായ രാജപ്പൻ സ്വാമിയും വേലായുധൻ സ്വാമിയും തുടക്കം കുറിച്ച ഭക്തിയാത്ര ഇന്നും മുടങ്ങാതെ സംഘം നടത്തിവരുന്നു. ഇത്തവണ K ഗണേശൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് പാലക്കാട് എലപ്പുള്ളിപ്പാറയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. മുറ്റാപ്പറ്റ ഭഗവതി ക്ഷേത്രം, തിരുവില്ലാമല ക്ഷേത്രം, പഴയന്നൂർ ക്ഷേത്രം, അകമല ശാസ്താ ക്ഷേത്രം, നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം, മമ്മിയൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നത്. ഞായറാഴ്ച അഷ്ടമിരോഹിണി. ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ രാവിലെ കുളിച്ചു തൊഴുന്നതിന് ശേഷം തിരിച്ച് ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങും. കണ്ണൻ, പ്രദീപ്, സുമതി, ശാന്താരാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്തജനസംഘം കാൽനട യാത്ര നടത്തുന്നത്. TCV എരുമപ്പെട്ടി. കണ്ണന് മുന്നിൽ നൃത്ത ചുവടുകളുമായി 2 ന്യായാധിപന്മാർ, കൂട്ടിന് അഭിഭാഷകരും ഡോക്ടർമാരും. കുന്നംകുളത്തെ മുൻ മജിസ്ട്രേറ്റും തൃശൂർ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ സരിത രവീന്ദ്രനും എറണാകുളം പ്രിൻസിപ്പൽ സബ് ജഡ്ജ് രഹന രാജീവുമാണ് ഔദ്യോഗിക തിരക്കുകളൊക്കെ മാറ്റിവെച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭരതനാട്യം അവതരിപ്പിച്ചത്. സരിത രവീന്ദ്രൻ തൃശൂർ ലാലൂർ സ്വദേശിനിയും രഹന രാജീവൻ കൊടുങ്ങല്ലൂർ സ്വദേശിനിയുമാണ്. തിരക്കിട്ട ന്യായാധിപ ജോലിക്കിടയിൽ വീണുകിട്ടുന്ന ഒഴിവുവേളകളാണ് നൃത്താഭ്യാസത്തിനായി കണ്ടെത്തിയത്. 2 വർഷത്തെ പരിശീലനത്തിന് ശേഷമാണ് കണ്ണന് മുന്നിൽ അരങ്ങേറ്റമെന്ന സ്വപ്നം ഇവർ യാഥാർത്ഥ്യമാക്കിയത്.
നൃത്തത്തോടുള്ള അടങ്ങാത്ത ആവേശമാണ് തിരക്കുകൾക്കിടയിലും നൃത്തം അഭ്യസിക്കാൻ സമയം കണ്ടെത്തുന്നതെന്ന് അഡ്വക്കേറ്റ് ടി.ജി. സൗമ്യ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തോളായി 2 സബ് ജഡ്ജിമാർ വന്നിട്ടുണ്ട്. സരിത മാമും അതുപോലെ തന്നെ രഹന മാമും അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, അങ്ങനെ പല ഉന്നതങ്ങളിലുള്ള ആൾക്കാർ ഞങ്ങളുടെ ഈ നാട്യകലാക്ഷേത്രയിൽ ഡാൻസ് അഭ്യസിക്കുന്നുണ്ട്. തൃശൂർ ബാർ അസോസിയേഷനിലെ അഭിഭാഷകയായ സൗമ്യ, മിനി ശ്രീശൻ എന്നിവരും ഡോക്ടർ അനുപ സോണിയും അരങ്ങേറ്റത്തിനുണ്ടായിരുന്നു. അയ്യന്തോൾ പുഷ്പാഞ്ജലി നാട്യകലാക്ഷേത്രത്തിലെ അധ്യാപിക ഗോപിക കുറുപ്പിന്റെ കീഴിലാണ് ഇവർ പരിശീലനം പൂർത്തിയാക്കിയത്. സമൂഹത്തിൽ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്ക് പരിശീലനം നൽകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഗോപിക കുറുപ്പ് പറഞ്ഞു. വളരെ പ്രശസ്തരായ സ്ഥാനത്തിരിക്കുന്നവരെല്ലാവരും പഠിപ്പിച്ച് ഒരു അരങ്ങേറ്റം നടത്താൻ എനിക്ക് സാധിച്ചതിൽ ഗുരുവായൂരപ്പനോടും ബാക്കിയുള്ള ഗുരുക്കന്മാരോടും എല്ലാവരോടും നന്ദി പറയുന്നു. TCV ഗുരുവായൂർ. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ്. ചോദ്യങ്ങളുടെ എണ്ണം 20 നിന്ന് 30 ആക്കി. ജയിക്കാൻ 18 ഉത്തരങ്ങൾ ശരിയാക്കണം. സിലബസ് ലീഡ്സ് MBD എന്ന ആപ്പിലുണ്ടാകും. പരീക്ഷയ്ക്ക് മുൻപ് മോക്ക് ടെസ്റ്റ് നടത്തും. പുതിയ മാറ്റം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. സ്വയം നോക്കുന്ന കണ്ണാടിക്ക് പകരം അറിവിന്റെ ജാലകത്തിലൂടെ ലോകത്തെ നോക്കുന്നതിനായി വിദ്യാർത്ഥിയെ മാറ്റിയെടുക്കുക എന്നതാണ് യഥാർത്ഥ അധ്യാപകന്റെ ദൗത്യമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. അസോസിയേഷൻ ഓഫ് സലേഷ്യൻ കോഓപ്പറേറ്റേഴ്സിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിൽ സംഘടിപ്പിച്ച ടീച്ചേഴ്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരും തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ളവരാണ് അധ്യാപകർ. വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുന്നവരാകണം അധ്യാപകർ. അധ്യാപനം എന്നത് ഒരു തൊഴിലല്ല, മറിച്ച് അതൊരു അഭിനിവേശമാണ്. ഓരോ ജീവജാലത്തിന്റെയും ജീവിതത്തിന് ഓരോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് വിദ്യാർത്ഥിയെ വഴി നയിച്ചെത്തിക്കാൻ പ്രചോദനമാവുകയെന്നതാണ് അധ്യാപകന്റെ ഉത്തരവാദിത്തമെന്നും ജസ്റ്റിസ് പറഞ്ഞു. കോഓർഡിനേറ്റർ ദേവസി കൊക്കൻ അധ്യക്ഷത വഹിച്ചു. 21-ാം നൂറ്റാണ്ടിലെ അധ്യാപകരുടെ ശാക്തീകരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച സെമിനാറിൽ വിദ്യാഭ്യാസ വിദഗ്ധരായ ഫാദർ ഗിൽബർട്ട് ചൂണ്ടൽ, ഫാദർ ജോയ്സ് ഫ്രാൻസിസ് തോണിക്കുഴി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജ് മാനേജർ ഫാദർ സിറിൽ ജോൺ എടമന, ജനറൽ കൺവീനർ KT ഡേവിസ്, സെക്രട്ടറി ജോസ് പുതുക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 500-ലേറെ അധ്യാപകർ കോൺക്ലേവിൽ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ മാന്നാമംഗലം റോഡിന്റെ അറ്റകുറ്റപ്പണി 5 ദിവസത്തിനുള്ളിൽ തീർക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. തൃശൂർ മാന്നാമംഗലം റോഡിന്റെ അറ്റകുറ്റപ്പണി നേരിൽ കണ്ട് പരിശോധിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഈ റോഡിന്റെ സ്ഥിതിയെക്കുറിച്ച് പലരും തനിക്ക് നേരിട്ട് പരാതി നൽകിയതിനെ തുടർന്നാണ് പരിശോധിക്കാനെത്തിയതെന്നും മന്ത്രി പറഞ്ഞു. നേരിട്ട് ചില ആളുകൾ പരാതി തന്നിരുന്നു. അപ്പോൾ ഇത് RP ഫണ്ടിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ അനുവദിച്ച് ഇതിൻ്റെ പ്രവൃത്തി എത്രയും വേഗത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. പ്രവൃത്തി നടക്കുന്ന ഒരു പരിശോധന നടത്താൻ വേണ്ടി വന്നതാണ്. ഒരു അധികം വൈകാതെ ഒരു 5 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കണം എന്നാണ് ഇപ്പോൾ പൊതുവെ നിശ്ചയിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ BM ബാച്ച് വർക്കും BC ഓവർലേയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട റോഡാണ്. ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദ സന്ദേശം ഉയർത്തിയ വിവാദത്തെക്കുറിച്ച് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞതാണ് പാർട്ടിയുടെ അഭിപ്രായമെന്ന് മന്ത്രി പറഞ്ഞു. പാർട്ടി അംഗമായ തനിക്ക് ഇക്കാര്യത്തിൽ വേറെ അഭിപ്രായമില്ലെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു.
അല്ല, അതൊക്കെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, ഇതിലിപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും CPIM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സഖാവ് അബ്ദുൽ ഖാദർ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ മറുപടി. പിന്നെ വേറെ വെറുതെ അല്ല, പാർട്ടിയുടെ അഭിപ്രായമാണല്ലോ എനിക്ക് വേറെ അഭിപ്രായം ഇല്ലല്ലോ. ഞാൻ പാർട്ടിയിൽ നിന്ന് വേറെ ഇല്ലല്ലോ, പാർട്ടീൻ്റെ ഭാഗമല്ലേ. പുതുക്കാട് സിഗ്നലിൽ 3 ലോറികൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽപ്പെട്ട LPG ടാങ്കർ ലോറി റോഡിൽ കുടുങ്ങിയത് പരിഭ്രാന്തി പരത്തി. കൊച്ചി അമ്പലമുകളിൽ നിന്നും LPGയുമായി കോയമ്പത്തൂരിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന റിക്കവറി ലോറിയിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ മുൻപിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ റിക്കവറി ലോറി ഇടിക്കുകയുമായിരുന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സം നേരിട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് തകരാറിലായ ടാങ്കർ ലോറി റോഡിൽ നിന്നും മാറ്റി. റിക്കവറി ലോറിയിലും കണ്ടെയ്നർ ലോറിയിലെയും ഡ്രൈവർമാർക്ക് നിസ്സാര പരിക്കേറ്റു. രാജ്യത്ത് 12ഓളം സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ മതപരിവർത്തന നിരോധന നിയമം അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ യോഗം അഭിപ്രായപ്പെട്ടു. നിർബന്ധിത മതപരിവർത്തനം സഭ അംഗീകരിക്കുന്നില്ല. ജീവപര്യന്തം തടവും 1 കോടി രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന രാജസ്ഥാൻ നിയമവും സമാനമായ ശിക്ഷാവിധികൾ വ്യവസ്ഥ ചെയ്യുന്ന ഉത്തരാഖണ്ഡ് നിയമവും ഇന്ത്യയുടെ ഭരണഘടനയുടെ മതേതര മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ്. രാജ്യത്തെ ഫാസിസ്റ്റ് വഴികളിലൂടെ നയിക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതും അരക്ഷിതാബോധം ഉയർത്തുന്നതുമാണെന്ന് അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ യോഗം അഭിപ്രായപ്പെട്ടു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, അതിരൂപത വികാരി ജനറൽമാരായ മോൺസിഞ്ഞൂർ ജെയ്സൺ കൂനംപ്ലാക്കൽ, മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര, അതിരൂപത ചാൻസലർ ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒടിയങ്കം സിനിമയിലെ പച്ചൈ വയൽ ഏലാലോ എന്ന ഗാനം ആലപിച്ച് വൈറലായിരിക്കുകയാണ് തിരൂർ സ്വദേശിനിയായ പൃജിനി എന്ന വീട്ടമ്മ. ഭർത്താവ് സതീശൻ പാട്ടുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് പൃജിനിയുടെ ഗാനമാധുര്യം ലോകമറിഞ്ഞത്. നക്ഷത്ര കിന്നരന്മാർ വീരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു. തിരൂർ തണ്ടേണ്ടാട്ടിൽ സതീശന്റെ ഭാര്യ പ്രജിനി എന്ന വീട്ടമ്മയാണ് ഒടിയങ്കം സിനിമയിലെ ഒറ്റപ്പാട്ടിലൂടെ ഇപ്പോൾ വൈറലായിരിക്കുന്നത്. സംഗീത അധ്യാപിക ആകണമെന്ന ആഗ്രഹത്തോടെ ചെറുപ്പത്തിൽ തന്നെ പാട്ടുകൾ ശാസ്ത്രീയമായി പഠിച്ചെങ്കിലും ജീവിത സാഹചര്യം മൂലം ആ ആഗ്രഹം സഫലീകരിക്കാനായില്ല. ചെറുപ്രായത്തിൽ എരവിമംഗലത്തെ വീട്ടിലൂടെ പാട്ടുപാടി നടന്ന പ്രജിനിയുടെ പാടാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞ പൂച്ചട്ടി സ്കൂളിലെ പാട്ട് ടീച്ചറാണ് ഫീസ് ഒന്നും വാങ്ങാതെ പഠിപ്പിച്ചത്. പ്രജിനിയുടെ അച്ഛൻ പ്രഭാകരനും നല്ല പാട്ടുകാരനായിരുന്നു. ഇതിനിടയിൽ സതീശന് വിവാഹം കഴിച്ച് തിരൂരിലെത്തിയെങ്കിലും അവിടുത്തെ ജീവിത സാഹചര്യവും പ്രജിനിക്ക് അനുകൂലമായിരുന്നില്ല. പാട്ടുമോഹം ഉപേക്ഷിച്ച് കുടുംബവും പ്രാരാബ്ദവുമായി കഴിയുന്നതിനിടെ വീട്ടിലെ ജോലി സമയങ്ങളിലും ഒഴിവു സമയങ്ങളിലും പ്രജിനി പാട്ടുകൾ പാടുമായിരുന്നു. ഇത് അവരറിയാതെ തന്നെ ഭർത്താവ് സതീശൻ റെക്കോർഡ് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക പതിവായിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഒടിയങ്കം സിനിമയിലെ അണിയറ പ്രവർത്തകരാണ് വീട്ടിലെത്തി പ്രജിനിക്ക് സിനിമയിൽ പാടാൻ അവസരമൊരുക്കിയത്. സിനിമയിൽ വളരെ ഭയത്തോടെയാണ് പാട്ടുപാടാൻ പോയതെന്ന് പ്രജിനി പറയുന്നു. സതീശേട്ടൻ കുറെ നിർബന്ധിച്ചിട്ട് അങ്ങനെ ഇരുന്ന് ഇടയ്ക്കൊക്കെ പാടുമ്പോഴാണ് സതീശേട്ടൻ അത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അങ്ങനെ എല്ലാവരും കേട്ടിട്ട്, അങ്ങനെ സംവിധായകൻ സുനിൽ സുബ്രഹ്മണ്യം കേട്ടിട്ടാണ് ആൾ പിന്നെ വീട്ടിൽ വന്ന് സിനിമയുണ്ട് ഇങ്ങനെ ഒരു പാട്ട് ചേച്ചി പാടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ ചെന്ന് പാടിയതും. പിന്നെ ആദ്യം ഒരു സിനിമയിൽ പാടി, അത് പിന്നെ സിനിമ അങ്ങനെ അത്രയും ഇതൊന്നും ആയില്ല. പിന്നെയാണ് ഒടിയങ്കത്തിൽ വന്നത്. അതിപ്പോൾ റിജോഷ് മ്യൂസിക് ഡയറക്ടർ റിജോഷിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഒന്ന് പാടിയത്. സ്റ്റുഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. പാടി കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. എന്തായാലും എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയാണോ ഇത് പാടിയതെന്ന് എനിക്ക് തോന്നി. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും പ്രജിനിയുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് വീട്ടിൽ പാടുന്ന പാട്ടുകൾ അവർ അറിയാതെ റെക്കോർഡ് ചെയ്ത് FBയിലിട്ടതെന്നും ഭർത്താവ് സതീശൻ പറഞ്ഞു. പഠിച്ച സംഗീതം അതവിടെ എന്താ പറയുക, ഒന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് തന്നെ അവളോട് പറയും ഒരു പാട്ട് പാടുന്നൊക്കെ പറയും വലിയൊരു ആഗ്രഹമുള്ളതായിരുന്നു. പക്ഷെ അത് വിധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ എൻ്റെ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നിർബന്ധിച്ച് പാടും, ഒന്ന് പാടുന്ന് പറയും. അങ്ങനെ അവളറിയാതെ ചില ഷോട്ടുകൾ എടുക്കും, ചില മൊബൈലെടുത്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ടു. അതിട്ട് അങ്ങനെ പുറലോകമൊക്കെ അറിഞ്ഞു. എൻ്റെ ഭാര്യ ഒരു ഗായികയാണ്. എനിക്കും സന്തോഷം. എന്താണെങ്കിൽ അവളുടെ ഉള്ളിൽ കിടക്കുന്ന ആ സംഗീതം പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് എനിക്കും സന്തോഷം. അപ്പോൾ അങ്ങനെ നല്ല ഇപ്പം എല്ലാവരും ആ സംഗീതം ആസ്വദിച്ച ലെവലിലാണ്. ഞാനും എൻ്റെ കുടുംബം ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ്. പ്രജിനിയുടെ 10ൽ പഠിക്കുന്ന മകൻ ദേവദത്തിനും 2ൽ പഠിക്കുന്ന മകൻ ദേവദർശനും അമ്മയെ പോലെ പാട്ടുകാരാണ്. പാട്ട് വൈറലായതോടെ പൊതുവേദികളിലും വീട്ടിലും നിരവധി പേരാണ് ആദരവുമായി എത്തുന്നത്. TCV ന്യൂസ്, തൃശൂർ.
പൂമലയിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും വികസന പ്രവർത്തനങ്ങളിലൂടെ നൂതന പദ്ധതി ആവിഷ്കരിക്കുമെന്നും സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. പൂമല ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് ചാർലി ജോർജ് അധ്യക്ഷത വഹിച്ചു. പൂമലയിലെ 60ഓളം വരുന്ന റിസോർട്ടുകളുടെയും ഹോം സ്റ്റേ ഉടമസ്ഥരുടെയും സംഘടനയാണ് PTPC. യോഗത്തിൽ പൂമലയുടെ അടിസ്ഥാന സൗകര്യങ്ങളും മാറ്റങ്ങൾ വരുത്തേണ്ട നിർദ്ദേശങ്ങളും സെക്രട്ടറി അഡ്വക്കേറ്റ് അഖിലസ് യോഗത്തിൽ വിശദീകരിച്ചു. തൃശൂരിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ടൂറിസം കേന്ദ്രത്തിന് പുതിയ മാറ്റങ്ങളിലൂടെ വലിയ രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാകുമെന്ന് തൃശൂർ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി വിജയരാജ് പറഞ്ഞു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാനപാതയിൽ കാഞ്ഞാണി സെന്ററിലെ ഗതാഗതക്കുരുക്ക് നാൾക്കുനാൾ വർദ്ധിച്ചിട്ടും പരിഹാരം കാണാതെ പോലീസ്. 1 വർഷത്തിലധികമായി ഇവിടെ വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. 2 ഹോം ഗാർഡുകൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ ജോലിക്കുണ്ടെങ്കിലും തിരക്കുള്ള സമയങ്ങളിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ കിടക്കുന്ന കാഴ്ച പതിവാവുകയാണ്. ട്രാഫിക് നിയന്ത്രണത്തിന് അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ കൂടി ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചാൽ മാത്രമേ കുറച്ചെങ്കിലും പരിഹാരം കാണാൻ സാധിക്കൂ. ഈ ജംഗ്ഷനിൽ നാലുംകൂടി ജംഗ്ഷനിൽ കാഞ്ഞാണി നാലുംകൂടി ജംഗ്ഷനിൽ ഏത് സമയത്തും ബ്ലോക്കാണ്. തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഏനമാവിലേക്ക് തിരിയുന്ന സമയത്ത് വാടാനപ്പള്ളി റോഡ് മുഴുവൻ ബ്ലോക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അതല്ലെങ്കിൽ തൃശ്ശൂരിന് അന്തിക്കാട്ടേക്ക് പോണ വണ്ടികൾ തിരിയുന്ന സമയത്തും മറ്റു ഭാഗങ്ങളിലൊക്കെ ബ്ലോക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അധികാരികൾ എത്രയും വേഗം ഇതിനുള്ളൊരു നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് അപേക്ഷിക്കുക. സിഗ്നൽ ലൈറ്റും ഹമ്പും സ്ഥാപിക്കണമെന്ന ആവശ്യം മുൻപേ ഉള്ളതാണ്. രാത്രികാലങ്ങളിൽ ഗുരുവായൂർ തൃശൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനാണെന്ന് തിരിച്ചറിയാതെ കൂട്ടിയിടിച്ചുണ്ടായിട്ടുള്ള അപകടങ്ങൾ നിരവധിയാണ്. ബസ്, ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ ഒഴികെ ചെറുവാഹനങ്ങളെ കാഞ്ഞാണി സെന്ററിലേക്ക് പ്രവേശിപ്പിക്കാതെ ഇടറോഡുകളിലൂടെ തിരിച്ചുവിട്ട് ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസ് ഇല്ലാത്തതാണ് ഇവിടെ കൂടുതൽ പേരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാത്തതെന്നാണ് സ്ഥിരം പല്ലവി. ഗതാഗതം സുഗമമാക്കുന്നതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാഞ്ഞാണി സെന്ററിൽ കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ലൈൻ വേണമെന്ന ആവശ്യവും ശക്തമാണ്. TCV തൃശൂർ. പുലിക്കളി മഹോത്സവത്തിൽ നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ നായക്കനാൽ പുലിക്കളി സമാജം തൃശൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. 7 വർഷങ്ങൾക്ക് ശേഷം പുലിക്കളിയിൽ തിരിച്ചെത്തിയ നായക്കനാൽ സംഘം ഇക്കുറി മികച്ച അച്ചടക്കം ഉൾപ്പെടെ 7 സമ്മാനങ്ങളും സ്വന്തമാക്കിയാണ് മടങ്ങിവരവ് ഗംഭീരമാക്കിയത്. പുലിക്കോട്ട്, ചമയം, നിശ്ചല ദൃശ്യം, ഹരിതവണ്ടി എന്നിവയിൽ 2ാം സ്ഥാനവും പുലിക്കളിയിലും പുലിവേഷത്തിലും 3ാം സ്ഥാനവുമാണ് സംഘം കരസ്ഥമാക്കിയത്. ഇതിലെ ആഹ്ലാദം പങ്കുവച്ചുകൊണ്ടായിരുന്നു ട്രോഫി വണ്ടിയും ബാൻഡ് സെറ്റുമായി ടീം ആഹ്ലാദ പ്രകടനം നടത്തിയത്. കുട്ടികളും മുതിർന്നവരും സമാജം ഭാരവാഹികളും ദേശക്കാരുമെല്ലാം അണിനിരുന്ന ആഘോഷയാത്ര ദേശം ചുറ്റി തട്ടകത്ത് സമാപിച്ചു. രക്ഷാധികാരി മനോജ്, പ്രസിഡന്റ് ബിജു ഉള്ളാട്ടിൽ, സെക്രട്ടറി P. പങ്കജാക്ഷൻ ഉൾപ്പെടെയുള്ളവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഭിന്നശേഷിക്കാരുടെ സംഘടന ഒരുക്കിയ ഓണാഘോഷവും കുടുംബസംഗമവും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംഘടന തൃശൂർ ജില്ലാ പ്രസിഡന്റ് OS റഷീദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഗിരീഷ് കീർത്തി, ജില്ലാ രക്ഷാധികാരി M. ബാലാജി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കമല ജയപ്രകാശ്, ഗീത ധനേഷ്, PS അക്ഷയ്, ജില്ലാ സെക്രട്ടറി TA മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ലെവൽ ക്രോസ് വിമുക്ത കേരളം എന്ന ലക്ഷ്യവുമായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന നെടുപുഴ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. നെടുപുഴ വനിതാ പോളിടെക്നിക് അങ്കണത്തിൽ ഒരുക്കിയ വേദിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ് മുഖ്യാതിഥിയായി. കിഫ്ബി ഫണ്ടിൽ നിന്നും 36.23 കോടി രൂപ വിനിയോഗിച്ചാണ് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതോടെ നാട്ടുകാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് നിറവേറുക.
പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. തൃശൂർ രാമനിലയത്തിൽ നടന്ന യോഗത്തിൽ മന്ത്രിമാരായ അഡ്വക്കേറ്റ് കെ രാജൻ, എ കെ ശശീന്ദ്രൻ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS സജിത്, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ്, സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, ചീഫ് കൺസർവേറ്റർ ഡോക്ടർ R ആടലരശൻ തുടങ്ങിയവർ പങ്കെടുത്തു. സുവോളജിക്കൽ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ മന്ത്രിമാർ യോഗത്തിൽ നിർദ്ദേശം നൽകി. സുവോളജിക്കൽ പാർക്കിന്റെ പ്രധാന ആകർഷണങ്ങളായ പെറ്റ് സൂവിന്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണം ഈ മാസം ആരംഭിക്കുമെന്ന് മന്ത്രിമാർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. പോലീസ് നടപടി പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മുഖ്യമന്ത്രി മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് MM ഹസൻ. തൃശൂരിലെ CPM-നെ വെട്ടിലാക്കിയ DYFI നേതാവിന്റെ ശബ്ദരേഖ വിവാദത്തിൽ നടപടിക്കൊരുങ്ങി പാർട്ടി. ആരോപണം തള്ളി പാർട്ടി സംസ്ഥാന നേതൃത്വം. തനിക്കും പാർട്ടിക്കുമെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്ന അനിൽ അക്കരയ്ക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് CPM നേതാവ് MK കണ്ണൻ. മണ്ണുത്തി അങ്കമാലി ദേശീയപാത നിർമ്മാണം. ദേശീയപാത അതോറിറ്റിക്ക് 18-ന് കർശന നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ കളക്ടർ. നിർദ്ദേശം നൽകിയത് ഇടക്കാല ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ. ജനവാസ മേഖലയിലിറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര നിയമത്തെ മറികടക്കാനുള്ളതല്ലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. അഷ്ടമി രോഹിണി നാളെ. ഗുരുഭവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ 1000-ഓളം കേന്ദ്രങ്ങളിൽ ശോഭായാത്രകൾ നടക്കും. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റം. ചോദ്യങ്ങളുടെ എണ്ണം 20-ൽ നിന്ന് 30 ആക്കി. പുതിയ നിയമം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ. ഇതോടെ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.